റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പുട്ടിനും ട്രംപും കൂടെ വിചാരിച്ച് പെട്ടെന്ന് തീർക്കുന്നതായിരുന്നു. ഇപ്പോൾ റഷ്യയുടെ നീക്കം എന്ന് പറയുന്നത് യുക്രൈൻ അധിനിവേശം കഴിഞ്ഞ് അടുത്ത ലിത്വാനിയ പോലെയുള്ള ചെറിയ രാജ്യങ്ങളിലേക്ക് കടക്കുക. അപ്പോൾ ചെറിയ ചെറിയ രാജ്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പഴയ സോവിയറ്റ് യൂണിയൻ മാതൃകയിൽ റഷ്യ ഒന്ന് വലുതാക്കുക, ഇതൊക്കെയായിരിക്കും ലക്ഷ്യം. അങ്ങനെയാണ് റഷ്യയുടെ താല്പര്യങ്ങൾ എന്ന റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രംപിൻ്റെ കാലത്ത് അല്ലെങ്കിൽ പൊതുവെ അമേരിക്കയ്ക്ക് തന്നെ അമേരിക്കയുടെ ആഭ്യന്തര സാഹചര്യങ്ങളിലൊക്കെ അമേരിക്ക വലിയ 30 ട്രില്യൺ ഇല്ലേ ശക്തിയാണ്. ചൈന 19 ട്രില്യൺ, നമ്മൾ 4.17 ട്രില്യൺ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണല്ലോ. നമ്മൾ 4ാമത്തെ വലിയ ശക്തി. പക്ഷെ അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ബാഹ്യ കടം, പുറത്തു നിന്നുള്ള കടം ഉള്ള രാജ്യമാണ് അമേരിക്ക. അപ്പം അമേരിക്കയ്ക്ക് ഇനി അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം ഇതുവരെയുള്ള ശക്തി ചോർന്നു പോകാതിരിക്കണമെങ്കിൽ, കാരണം അവിടെ ട്രഷറി ബോണ്ടുകളിൽ പല വിദേശ രാജ്യങ്ങളും നിക്ഷേപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൈന, ജപ്പാൻ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്. അവർ ആ ട്രഷറി ബോണ്ട് നിക്ഷേപങ്ങളൊക്കെ പിൻവലിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം പ്രശ്നത്തിലാവും. കാരണം ഡോളറിൻ്റെ ശക്തി ഇല്ലേ, അങ്ങനെ ഒക്കെയാണ് ഡോളർ ഒരു കൈമാറ്റ കറൻസി എന്നുള്ള നിലയ്ക്കുള്ള ശക്തി. ഇതൊക്കെ പതുക്കെ ചോർന്നു കഴിഞ്ഞാൽ, കാരണം സൗദി നിലപാട് മാറ്റിയിട്ടുണ്ടല്ലോ, കച്ചവടത്തിന് ഡോളർ തന്നെ വേണം എന്നില്ല, എണ്ണ കച്ചവടത്തിന് എന്നുള്ള നയമൊക്കെ ഉണ്ട്. അങ്ങനെ അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ദുർബലപ്പെട്ടാലോ എന്നുള്ള സംശയം അമേരിക്കയ്ക്ക് തന്നെ ഉള്ളത് കൊണ്ടാണ് ഈ ഗോൾഡൻ ഡോം പോലുള്ള സംവിധാനം ഇല്ലേ, കുറച്ചുകൂടി ശക്തി കൂട്ടാവുന്ന വിധത്തിൽ ഗ്രീൻലൻഡ്, പാനമ മറ്റേ ചൈന ഇല്ലേ, പാനമ കനാല് കൊടുത്തതാണ് അപ്പുറത്തേക്ക്, അത് തിരിച്ചു പിടിക്കുക, ഇങ്ങനത്തെ പരിപാടികൾ. അല്ലാതെ നാറ്റോ സഖ്യത്തിൽ 32 രാജ്യങ്ങളുണ്ട്. അതിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഏതെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അമേരിക്ക സഹായിച്ചോളും എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രതിരോധ ചെലവൊന്നും ഇല്ലാതെ നിൽക്കുകയായിരുന്നു ഇത്രയും വർഷം. കാരണം അവരുടെ GDPയുടെ 2% പോലും അവര് ആയുധങ്ങൾ വാങ്ങാനായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പൊ പോളണ്ടാണ് GDPയുടെ കാര്യത്തിൽ 2%-ന്റെ മുകളിൽ 2-3 ഇടയ്ക്കൊക്കെ മുടക്കുന്നത്. കാരണം പോളണ്ട് എന്തുകൊണ്ടാണ് അത് ചെയ്തത്? നേരത്തെ ലിത്വാനിയയുടെ കാര്യം പറഞ്ഞില്ലേ, പോളണ്ടിന് മുമ്പ് സോവിയറ്റ് യൂണിയൻ തന്നെ ആക്രമിച്ചിട്ടുണ്ട് മുമ്പ്, ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാതെ. എന്നിട്ട് അവിടെ വലിയ വംശഹത്യയും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ഒരുപാട് തലയോട്ടികളുടെ കുന്നുകൾ ഒക്കെ, കൂമ്പാരങ്ങളൊക്കെ അവിടെ കണ്ടെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് പോളണ്ടില്. അപ്പൊ പോളണ്ടിനെ റഷ്യ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആക്രമിച്ചേക്കാം എന്നുള്ള ഈ അധിനിവേശ സ്വഭാവം ഉണ്ടല്ലോ, ചില ആളുകൾക്ക് അങ്ങനെ വരും. ഈ ഹിറ്റ്ലറുടെ സ്വഭാവമൊക്കെ പലർക്കും വന്നു എന്ന് വരാം. അപ്പോൾ പോളണ്ടിനെ ഏതെങ്കിലും ഒരു സമയത്ത് റഷ്യ ആക്രമിച്ചേക്കും എന്നുള്ള സംശയമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പോളണ്ട് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്. ഇന്ത്യയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട് പോളണ്ട്. നമുക്കും അതാണ് മോദി ഇത്തവണത്തെ ഊഴത്തിൽ വന്ന ശേഷം പോളണ്ടിൽ പോയിരുന്നല്ലോ, പ്രതിരോധ കരാറുമൊക്കെ ചർച്ച ചെയ്യുകയും നമ്മൾ ആയുധങ്ങൾ വിൽക്കുകയും ചെയ്യുന്നുണ്ട്. പോളണ്ട് ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ്. യുക്രൈൻ കഴിഞ്ഞാൽ റഷ്യ കണ്ണുവയ്ക്കാൻ സാധ്യതയുള്ളത്. പക്ഷെ പോളണ്ടിന് മുമ്പേ ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ നോക്കിയാൽ ലിത്വാനിയയെ കൈവശപ്പെടുത്താം. കാരണം ചുറ്റുമുള്ള ചെറിയ രാജ്യങ്ങൾ ലിത്വാനിയയ്ക്കൊന്നും പോരടിച്ച് നിൽക്കാൻ പറ്റില്ല. യുക്രൈനൊക്കെ ആണെങ്കിൽ മറ്റേ പുടിൻ താമസിക്കുന്ന വസതിയുടെ മുകളിലേക്കൊക്കെ ഡ്രോണൊക്കെ അയക്കാൻ പറ്റുമല്ലോ. ലിത്വാനിയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോലും പറ്റില്ല എന്ന് വരും. അപ്പം ക്രിമിയ ഇല്ലേ, ക്രിമിയ ഓൾറെഡി കൈവശപ്പെടുത്തിയതാണ്. ക്രിമിയ കഴിഞ്ഞിട്ടാണ് യുക്രൈനിലേക്ക് പോയത്. യുക്രൈൻ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമാണ്. ധാതു സമ്പത്ത് ധാരാളം ഉണ്ട്. പിന്നെ ഒരുപാട് ഫാക്ടറികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് എഞ്ചിനുകൾ അല്ലേ, എഞ്ചിനുകളൊക്കെ ലോക്കോമോട്ടീവ് എഞ്ചിനുകളും ഒക്കെ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് യുക്രൈൻ പണ്ട് തൊട്ടേ. നമ്മളുമൊക്കെ യുക്രൈനിൽ നിന്ന് അങ്ങനെ എഞ്ചിനുകളും ഒക്കെ വാങ്ങുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പിന്നെ പ്ലാന്റുകളൊക്കെ ഉണ്ട്, ഊർജ പ്ലാന്റുകളുമൊക്കെ യുക്രൈനിൽ പണ്ട് തൊട്ടേ ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു സോവിയറ്റ് യൂണിയൻ്റെ നഗരവും രാജ്യവുമായിരുന്നു അത്. 1998 ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടുമ്പോൾ മാറിപ്പോയതാണ്.
യുക്രൈനിലെ സെലൻസ്കി വരുന്നത് വരെ പുടിൻ്റെ പാവയെ പോലെയാണ് ഒരാൾ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇയാൾ വന്നപ്പോഴാണ് പ്രശ്നം. മാത്രമല്ല നാറ്റോയിൽ അംഗത്വം വേണം എന്ന് സെലൻസ്കി പറഞ്ഞതാണല്ലോ പ്രശ്നത്തിന് കാരണം. അപ്പൊ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ അവസ്ഥയിൽ ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക നാറ്റോ രാജ്യങ്ങളുടെ കൂടെ ഉണ്ടാവില്ല എന്ന് ഏതാണ്ട് ട്രംപ് പറഞ്ഞല്ലോ. എല്ലാവരും സ്വന്തം കാര്യം നോക്കണം, GDP-യുടെ 2% ഇതിന് ചെലവാക്കണം, ഇനി അമേരിക്ക നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നാറ്റോയുടെ കാര്യം ഇനി കട്ടപ്പുകയാണ്. അപ്പോൾ ഇപ്പൊ ഫിൻലൻഡിന്റെ അതിർത്തിയിൽ റഷ്യയുടെ സന്നാഹമുണ്ട്. 1336 കിലോമീറ്റർ അതിർത്തി രണ്ടും തമ്മിലുണ്ട്. ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ അതിർത്തിയിൽ റഷ്യയുടെ സന്നാഹമുണ്ട്. ഇപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങളിൽ റഷ്യൻ സേന ഫിൻലൻഡിന്റെ അതിർത്തിയിൽ തടിച്ചു കൂടിയിരിക്കുന്നത് കാണാം. കൂടാരങ്ങളുടെ ശ്രേണികൾ കാണാം. ഈ പട്ടാള കൂടാരങ്ങളുടെ യുദ്ധവിമാനങ്ങൾക്ക് ഷെൽട്ടർ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിർത്തിയിൽ ഹെലികോപ്റ്ററുകൾക്ക് താവളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ യുക്രൈൻ കഴിഞ്ഞ് ഫിൻലൻഡിലേക്ക് നീങ്ങാം എന്നുള്ള തോന്നലാണ് ഈ ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ഫിന്നിഷ് സർക്കാരിന് ഇനി ചിലപ്പോൾ ഒരു 5 വർഷം കിട്ടിയേക്കാം എന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ. ചിലപ്പോൾ ഈ യുക്രൈൻ കുറച്ചും കൂടിയൊക്കെ കാലതാമസമൊക്കെ വന്നു കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ എന്തായാലും റഷ്യ ഫിൻലൻഡിലേക്ക് കടന്നിരിക്കും. പണ്ട് ഈ റഷ്യൻ വിപ്ലവത്തിന് ഒരു ട്രെയിനിൽ വന്ന ഒരു വലിയ കഥയുണ്ടല്ലോ, ലെനിൻ അപ്പോൾ ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യം ഫെബ്രുവരിയിൽ വിപ്ലവം നടക്കുന്നുണ്ടല്ലോ. ശരിക്കുള്ള വിപ്ലവം നടക്കുന്നത് അപ്പോഴാണ്, ഫെബ്രുവരിയിൽ. പിന്നെ ചരിത്രമൊക്കെ മാറ്റി കഴിയുമ്പോഴാണ് ഈ നവംബറിൽ നടന്ന ഒക്ടോബർ വിപ്ലവം എന്നുള്ള ചരിത്രം മാറ്റി എഴുതി വരുന്നതാണ്. അതിനു മുമ്പേ അവിടെ വിപ്ലവമൊക്കെ നടന്നു. കെറൻസ്കിയുടെ താൽക്കാലിക സർക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ സാർ ചക്രവർത്തിമാർ പോയി കഴിഞ്ഞല്ലോ. പിന്നെ കെറൻസ്കിയുടെ ഭരണകൂടത്തിനെ മാറ്റുകയാണ്. അതെന്താന്ന് വെച്ചാൽ കറൻസി നാട്ടുകാർക്ക് മുഴുവൻ തോക്ക് കൊടുത്തിരുന്നു, സ്വയരക്ഷയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് മുഴുവൻ പിന്നെ ബോൾഷെവിക്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അത് ചരിത്രം നോക്കിയാൽ ഒക്ടോബർ വിപ്ലവത്തിന്റെ ചരിത്രം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം കുറച്ച് 3-4 ദിവസം കൊണ്ട് കറൻസ്കിയുടെ ഭരണം വീഴുകയാണല്ലോ. അപ്പൊ വലിയൊരു കുറെ ദിവസം പയറ്റി തെളിയുന്ന ഒരു ബോൾഷെവിക് വിപ്ലവമൊന്നും ഒക്ടോബറിൽ നടന്നിട്ടില്ല. ഫെബ്രുവരിയിൽ കാര്യമായ ഒരെണ്ണം നടന്നിട്ടുമുണ്ട്, കറൻസ്കിയുടെ ഭരണകൂടം വരുന്നത്. പക്ഷെ ലെനിൻ വരുന്നത് ഫിൻലൻഡിൽ നിന്നാണ്, ഒരു ട്രെയിനിൽ. അപ്പൊ ഫിൻലൻഡിന് റഷ്യയുടെ ചരിത്രത്തിലും ഒക്കെ ലെനിനുമായിട്ട് ബന്ധപ്പെട്ട് പ്രാധാന്യം ഉണ്ട്. അപ്പോൾ ഈ ആർട്ടിക് മേഖലയിലും ഈ ഫിന്നിഷ് അതിർത്തിയിൽ ആർട്ടിക് തുറമുഖ നഗരമായ മർമാൻസ്കിലും ഒക്കെ ഇപ്പോൾ സന്നാഹമുണ്ട്, റഷ്യയുടെ സന്നാഹം. മർമാൻസ്കിലെ താവളത്തിലേക്ക് റഷ്യയുടെ ഒരുപാട് ഹെലികോപ്റ്ററുകൾ എത്തിയതായിട്ട് ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണാം. 2 ദശകങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ വരുന്നത് മർമാൻസ്കില്. അതുപോലെ ഒലേന്യ എന്ന് പറഞ്ഞ വ്യോമതാവളത്തിൽ ഡസൻ കണക്കിന് വിമാനങ്ങൾ ഇപ്പം എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഫിൻലൻഡിന് 200 കിലോമീറ്റർ ചുറ്റളവിലാണ്. 64 കിലോമീറ്റർ അകലെ കാമൻകെയിൽ താവളം ഉണ്ട് റഷ്യക്ക്. 100-ലധികം കൂടാരങ്ങൾ അവിടെ പട്ടാളത്തിൻ്റെ വന്നതായിട്ടും ഈ കാണുന്നുണ്ട്. ബ്രിഗേഡുകളെ ഇപ്പോൾ റഷ്യ ഡിവിഷനുകളാക്കി മാറ്റുന്നുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ യുക്രൈന് വലിയ അമേരിക്കയുടെ സഹായമൊന്നും കിട്ടി എന്ന് വരില്ല. കാരണം മറ്റേ ധാതുമണൽ ധാതു സമ്പത്ത് കിട്ടുന്ന ലക്ഷണമൊന്നും ഇപ്പോൾ ഇല്ല. അടുത്തിടെ പുടിനെ വിളിച്ചിരുന്നു ട്രംപ്. കഴിഞ്ഞ തിങ്കളാഴ്ച റഷ്യൻ നിലപാട് ആ സമയത്ത് ശരിവെക്കുകയൊക്കെ ചെയ്തിരുന്നു ട്രംപ്. 30 ദിവസത്തെ വെടിനിർത്തൽ ആഹ്വാനം പിൻവലിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ട്രംപിൻ്റെ താല്പര്യം ഇനിയിപ്പോൾ വേറെ കാര്യങ്ങളിലാണ്. മിഡിൽ ഈസ്റ്റിലെ കച്ചവടം, പാനമ, കാനഡ, അല്ലേ, അമേരിക്കയിലെ മറ്റ് സ്ഥലങ്ങൾ, ഗ്രീൻലൻഡ്, അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പം നാറ്റോയെ ഇനി സഹായിക്കുന്നില്ല. പുടിനും ട്രംപും കൂടി നാറ്റോയെ പൊളിച്ചെടുക്കുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ.
ശരിക്കും പറഞ്ഞാൽ നാറ്റോ സഖ്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് ട്രംപിൻ്റെ നേരത്തെ തന്നെ ഒരു പ്രഖ്യാപനമില്ല. കാരണം എല്ലായ്പ്പോഴും അമേരിക്ക സഹായം ചെയ്തുകൊണ്ട് നാറ്റോ അങ്ങനെ വളരണ്ട, ഭരണത്തിലെത്തിയപ്പോൾ തന്നെ അന്നേരം നിലപാട് സ്വീകരിച്ചു. പക്ഷെ പിന്നീട് ഈ നാറ്റോയും അമേരിക്കയും തമ്മിലൊന്ന് തെറ്റിയിരുന്നല്ലോ. കാരണം അമേരിക്കയുടെ പല നിലപാടുകളും നാറ്റോയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും അതുകൊണ്ട് നാറ്റോയെ അമേരിക്ക തകർക്കുന്നു, ആ രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെടും. അതിപ്പോഴും മറ്റേ യുക്രൈനെ മറ്റേ സെലൻസ്കിയെ അപമാനിച്ചു കഴിഞ്ഞപ്പോഴും ഫ്രാൻസും UK-യും ഒക്കെ കൂടി ഒരു ബദൽ പദ്ധതിയൊക്കെ ആവിഷ്കരിക്കുന്നതൊക്കെ കണ്ടില്ലേ. അപ്പൊ അകൽച്ച ഏതാണ്ട് പൂർണ്ണമാണ്. ഓരോരുത്തരും തന്നെത്താനെ താന്താങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളണം. മാത്രമല്ല ഇതിലിപ്പോ ബ്രിട്ടൻ, ജർമ്മനിയെ ഇന്ത്യ ഇനി 2-3 കൊല്ലത്തിനകം ജർമ്മനിയും ഇന്ത്യയുടെ താഴേക്ക് വരുമല്ലോ. നമ്മൾ 3ാമത്തെ വൻശക്തിയാവുകയും ജർമ്മനി കീഴ്പോട്ട് വരികയും ചെയ്യും. അപ്പൊ ഇത് വൻശക്തികൾ എന്നുള്ള നിലയ്ക്ക് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വളരെ പുറകോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് യൂറോപ്യൻ കൗൺസിൽ പ്രതിനിധി സംഘം 10-25 പേരടങ്ങിയ പ്രതിനിധി സംഘം ഡൽഹിയിൽ വന്നിരുന്നല്ലോ. കഴിഞ്ഞ മാസം ഡൽഹിയിൽ വന്നിരുന്നു. അവര് തന്നെ ഇന്ത്യൻ ആയുധങ്ങളൊക്കെ വാങ്ങിക്കുന്ന കരാറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചർച്ചയ്ക്കാണ് വന്നിരുന്നത്. അപ്പൊ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ തന്നെ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ നാറ്റോയുടെ അസ്തമയം, മറ്റേ ട്രംപും പുടിനും കൂടി, അതുപോലെ പുടിന്റെ കൂടുതൽ അധിനിവേശ സന്നാഹങ്ങൾ, അതുമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.